Hello friends, GK World and PSC യിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലേണിംഗ് പ്ലാറ്റ്ഫോമായ Unacademy വഴി നിങ്ങൾക്ക് GK World and PSC യുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുവാനുള്ള ക്ലാസുകൾ സൗജന്യമായി ലഭിക്കുന്നതാണ്. SSC, RPF, കേരള PSC തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഈ ക്ലാസുകൾ ഉപകാരപ്രദമാവുന്നതാണ്. തികച്ചും സൗജന്യമായി 40-ലേറെ കോഴ്സുകൾ 300-ൽ അധികം ലെസൺസ് ലഭ്യമാകുന്നതാണ്. ഇത് ലഭിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നിങ്ങൾ Unacademy ദ ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ Gmail ID അല്ലെങ്കിൽ Facebook ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സെർച്ച് ബാറിൽ അഷ്ന ഷാജി ASHNASHAJI ഈ ഒരു നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ ലഭ്യമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ പ്രൊഫൈൽ. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ക്ലാസുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാകുന്നതാണ്. 300-ൽ അധികം ലെസൺസ് എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാവുന്ന ക്ലാസുകളാണ് ലഭിക്കുന്നത്. നിങ്ങൾ എനിക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് Unacademyയിലും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡേൺ ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ Unacademy ഫുൾ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തെങ്കിൽ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യം Unacademyയിൽ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി റെക്കമെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടമായ പ്ലീസ് ടു റിവ്യൂ, റെക്കമെൻഡ് ആൻഡ് റേറ്റ് മൈ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണെന്ന് നോക്കാം. അപ് ടു 1905 the Indian National Congress was dominated by the moderates. Okay, അപ്പോൾ 1905 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്തിരുന്നത് മോഡറേറ്റ്സ് ആണ്. ഹൂ ഈസ് പോപ്പുലർലി നോൺ ആസ് മാസ്റ്റർ ഡാ എന്ന് പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്നത് ആരെയാണ്? സൂര്യ സെൻ ആണ് മാസ്റ്റർ ഡാ എന്ന് അറിയപ്പെടുന്നത്. ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഹെൽഡ് ബിറ്റ്വീൻ. അപ്പോൾ ആദ്യത്തെ വട്ടമേശ സമ്മേളനം നടന്ന വർഷം 12 നവംബർ 1913, അതോടൊപ്പം തന്നെ 19th ജാനുവരി 1931 ആണ്. 12 നവംബർ 1930-ലും 19-ാം തീയതി ജാനുവരി 1931-ലാണ് ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് ദ ഹീറോയിൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഹീറോയിൻ, നായിക ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരുണ ആസിഫ് അലി. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് പഠിക്കാം. അപ്പോൾ 1905 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്തിരുന്നത് മോഡറേറ്റ്സ് ആണ്. മാസ്റ്റർ ഡാ എന്ന് അറിയപ്പെട്ടിരുന്നത് സൂര്യ സെന്നിനെയാണ്. ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത് നവംബർ 1930 12-നും 1931 ജനുവരി 19-ാം തീയതിയുമാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഹീറോയിൻ അരുണ ആസിഫ് അലിയാണ്. ഓക്കെ, അടുത്തത് ഹു ഈസ് നോൺ ആസ് പ്രോഫിറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് അറിയപ്പെടുന്ന, പരിശുദ്ധിയാകുന്ന ആൾ എന്ന് അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, വിശുദ്ധൻ എന്നൊക്കെ പറയാം പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ആരെയാണ് ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് അറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ് ആണ്. ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷൻ ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നേഷൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയെ ആണ്. അടുത്ത ചോദ്യം നോക്കുക. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? തഹ്ദീബുൽ അഖ്ലാഖ് മാഗസിൻ വാസ് പബ്ലിഷ്ഡ് ബൈ. തഹ്ദീബ് ഉൽ അഖ്ലാഖ് എന്ന മാഗസിൻ പബ്ലിഷ് ചെയ്തത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് തഹ്ദീബുൽ അഖ്ലാഖ് എന്ന മാഗസിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഹിതാകർണി സമാജത്തിൻ്റെ ഫൗണ്ടർ ആരാണ്? വീരസലിംഗം പന്തലു ആണ് ഹിതാകർണ്യ സമാജത്തിൻ്റെ ഫൗണ്ടർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. പ്രോഫിറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്.
ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നേഷൻ എന്ന് അറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി. തഹ്തീബുൽ അഹ്ലാഖ് മാഗസിൻ പബ്ലിഷ് ചെയ്തത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ഹിതാകരണി സമാജത്തിന്റെ ഫൗണ്ടർ ആരാണ്? വീരസലിംഗം പന്തലു. ഓക്കെ, അടുത്തത് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജാനുവരി 12. ജാനുവരി 12 ആണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദ ചൈൽഡ്ഹുഡ് നെയിം ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ദയാനന്ദ സരസ്വതിയുടെ ചൈൽഡ്ഹുഡ് നെയിം എന്താണ്? മുൽ ശങ്കർ എന്നാണ്. ഓക്കെ, മുൽ ശങ്കർ എന്നാണ് ദയാനന്ദ സരസ്വതിയുടെ ചൈൽഡ് നെയിം. അടുത്തത് ഡാഷ് ഈസ് എ ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ബൈ ദയാനന്ദ. ഓക്കെ, അപ്പോൾ ദയാനന്ദ സരസ്വതി പബ്ലിഷ് ചെയ്ത ഒരു ന്യൂസ് പേപ്പറാണ് ആര്യപ്രകാശ് എന്നുള്ളത് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു ന്യൂസ് പേപ്പറാണ്. ഹു ഈസ് നോൺ ആസ് വിദ്യാസാഗർ ഓഫ് ദി സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയുടെ വിദ്യാസാഗർ എന്നറിയപ്പെടുന്നത് വീരസലിംഗം പന്തലുയാണ്. ഓക്കെ, ഒന്നുകൂടെ ആവർത്തിക്കാം. നാഷണൽ യൂത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജനുവരി 12 ആണ്. ദയാനന്ദ സരസ്വതിയുടെ ചൈൽഡ്ഹുഡ് നെയിം മുൽ ശങ്കർ എന്നാണ്. ആര്യപ്രകാശാണ് ദയാനന്ദ സരസ്വതി പബ്ലിഷ് ചെയ്ത ന്യൂസ് പേപ്പർ. വിദ്യാസാഗർ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വീരസലിംഗം പന്തലുവിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഏർലി നെയിം ഓഫ് ശ്രീ രാമകൃഷ്ണ പരബ്രഹ്മസ. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസയുടെ ഏർലി നെയിമാണ് ഗദാധർ ചാറ്റർജി. The Bengali magazine ഉദ്ബോധം was started by. ബംഗാളി മാഗസിനായ ഉദ്ബോധം സ്റ്റാർട്ട് ചെയ്തത് സ്വാമി വിവേകാനന്ദയാണ്. In which reformer is known as patriotic saint of India. ഏത് റിഫോർമർ ആണ് പാട്രിയോട്ടിക് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിരുന്നത്? സ്വാമി വിവേകാനന്ദയാണ് പാട്രിയോട്ടിക് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെട്ടിട്ടുള്ളത്. The slogan India for Indians was raised by. ഇന്ത്യ ഫോർ ഇന്ത്യൻസ് എന്ന സ്ലോഗൻ, ഇന്ത്യക്കാർക്ക് എന്നുള്ള സ്ലോഗൻ റൈസ് ചെയ്ത ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം. ഏർലി നെയിം ഓഫ് രാമകൃഷ്ണ പരമഹംസയുടെ ഏർലി നെയിം ഗദാധർ ചാറ്റർജി എന്നാണ്. ബംഗാൾ മാഗസിനായ ഉദ്ബോധം സ്റ്റാർട്ട് ചെയ്തത് സ്വാമി വിവേകാനന്ദയാണ്. പാട്രിയോട്ടിക് സെയിന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന റിഫോർമർ ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. ഇന്ത്യക്കാർക്ക് എന്നുള്ള സ്ലോഗൻ ആദ്യമായി റേസ് ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സോഷ്യൽ റിഫോർമർ നോൺ ആസ് കാൽവിൻ ഓഫ് ഹിന്ദുസം. ഹിന്ദുസത്തിന്റെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സ്വാമി ദയാനന്ദ് സരസ്വതിയാണ്. ഓക്കെ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ആരെയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത്? രാജാറാം മോഹൻ റോയ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇൻ വിച്ച് മുഗൾ എംപറർ ഗേവ് റാം മോഹൻ ദ ടൈറ്റിൽ രാജ. ഏത് മുഗൾ ഭരണാധികാരിയാണ് രാം മോഹന് രാജ എന്നുള്ള ടൈറ്റിൽ നൽകിയത്? അക്ബർ ഷാ രണ്ടാമനാണ് രാജ എന്നുള്ള പേര് രാം മോഹൻക്ക് രാജ എന്നുള്ള ടൈറ്റിൽ നൽകിയത് ആരാണ്? അക്ബർ ഷാ രണ്ടാമൻ. ഓക്കെ, അടുത്ത ചോദ്യം. ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് അറ്റ് ദാറ്റ് സെഷൻ ഓഫ് INC. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സെഷനിലാണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കിയത്? ബോംബെയിൽ നടന്ന സെഷനിലാണ്. ഓക്കെ, അപ്പോൾ കെൽവിൻ ഓഫ് ഹിന്ദുയിസം എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഏത് മുഗൾ എംപററാണ് രാജ എന്നുള്ള ടൈറ്റിൽ റാം മോഹൻ റോയ്ക്ക് കൊടുത്തത്? അക്ബർ ഷാ രണ്ടാമൻ. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കിയത് ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെഷനിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ദണ്ഡി മാർച്ച് സ്റ്റാർട്ടഡ് ഓൺ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 12th March 1930. 1930 മാർച്ച് 12 ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. പയ്യന്നൂരിൽ ദ ഹീറോ ഓഫ് സാൾട്ട് സത്യാഗ്രഹ വാസ്. ആരാണ് പയ്യന്നൂരിലെ സോൾട്ട് സത്യാഗ്രഹത്തിന്റെ ഹീറോ? കേളപ്പനാണ്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്തത് 1934 April 7th. ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് സസ്പെൻഡ് ആണ് 1934 April 7th. 1934 April 7 ദണ്ഡി മാർച്ചിനെ നപ്പോളിയൻസ് മാർച്ച് ടു പാരീസ് ഫ്രം എൽബ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ദണ്ഡി മാർച്ചിനെ
നെപ്പോളിയൻസ് മാർച്ച് ടു പാരീസ് ഫ്രം എൽബ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1913 മാർച്ച് 12-നാണ്. പയ്യന്നൂരിലെ സോൾട്ട് സത്യാഗ്രഹയുടെ ഹീറോ കെ കേളപ്പനാണ്. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് സസ്പെൻഡ് ചെയ്തത് 1934 ഏപ്രിൽ 7-നാണ്. ദണ്ഡി മാർച്ചിനെ നെപ്പോളിയൻസ് മാർച്ച് ടു പാരീസ് ഫ്രം എൽബ എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേരള PSCയിലും അതോടൊപ്പം മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അവയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലെ പല പാർട്ടുകളുണ്ട്, ഫുൾ ഭാഗങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുള്ളൂ. അപ്പോൾ ഏകദേശം ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് എല്ലാ പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. ക്ലാസ്സിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്, ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.